ഹായ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞങ്ങളുടെ റെസിപ്പി 2 വെറൈറ്റി ദോശയും അതിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടൊമാറ്റോ ചട്നിയാണ്. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. സവാളയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. ഇത് തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം അത് അരച്ചു വെച്ചിരുന്ന തക്കാളി പേസ്റ്റാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചട്നി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ആദ്യം എന്ത് ദോശ ഷൈമ ഉണ്ടാക്കുന്നത്? അപ്പോൾ ഒനിയൻ ദോശ ഉണ്ടാക്കാം. നമുക്ക് ആദ്യം ഒരുപാട് തിന്നായിട്ട് പരത്തണ്ട. നമ്മുടെ തട്ടുദോശയൊക്കെ ആ കനത്തിൽ പരത്തിയെടുക്കും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചട്നി പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. ഈ ദോശ നമുക്ക് വേറെ സൈഡ് ഡിഷസ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. കാരണം നമ്മൾ ചട്നി പൗഡർ ഇട്ടിട്ടുണ്ടല്ലോ. അടുത്തായിട്ട് നമ്മൾ എന്ത് ദോശ ഉണ്ടാക്കുന്നത്? മിക്സഡ് വെജിറ്റബിൾ ദോശ. നമ്മൾ വെജിറ്റബിൾ ഊത്തപ്പം എന്ന് പറയുവേ. ഇതിപ്പോൾ സവാളയാണ് കൂടുതൽ വേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ യൂസ്. ക്യാരറ്റും ബീൻസും സവാളയും മല്ലിയിലയും എടുത്തിരിക്കുന്നത്. ഇതേപോലെ ഇത്തിരി ഉപ്പിട്ട്, കാരണം നമ്മൾ ദോശമാവിന് ഉപ്പിട്ടിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ഉപ്പ് മാത്രമായിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിരിക്കാം. പാനിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ചട്നി പൗഡർ ഇട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ദോശയും ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഞങ്ങളെ കമന്റ് വഴി അറിയിക്കണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.